അല്ല, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. അയ്യോ, ആരാണ് സാറേ സാറിനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്താണ് വിഷയം? എന്ത് വിഷയത്തിൽ ആരാണ് നിർബന്ധിക്കുന്നത്? നമസ്കാരം. നമ്മുടെ സതീശൻ സാറിനെ ആരോ എന്തോ കാര്യത്തിന് നിർബന്ധിച്ചിട്ട് എന്തോ ചെയ്തിരിക്കുന്നു. അപ്പൊ അതെന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. ഓ, സാർ പറഞ്ഞു വരുന്നത് നമ്മുടെ PM ശ്രീ പദ്ധതിയെ പറ്റി. നമ്മൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് നഖശിഖാന്തം എതിർത്ത പദ്ധതിയല്ലേ? നമ്മൾ ഇവരെ പറ്റി പറഞ്ഞത്, LDFനെ പറ്റി പറഞ്ഞത് അവർ ഈ BJP ആയിട്ട് ഒരു രഹസ്യബന്ധത്തിലാണെന്നും ഈ മോദിയായിട്ട് ഒരു ഒത്തുതീർപ്പിലാണെന്നും അവരുടെ ഒക്കെ പണം വാങ്ങിയെന്നും BJPയുടെ അജണ്ട ഇവിടേക്ക് കേരളത്തിലേക്ക് ഈ പിണറായി വിജയൻ ഒളിച്ചു കിടത്തുകയാണെന്നൊക്കെ നമ്മൾ ആക്ഷേപിച്ചതല്ലേ? അപ്പോൾ അവരന്ന് ഒപ്പിട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഈ CPIക്കാരൊക്കെ എതിർത്ത് കഴിഞ്ഞ LDF സർക്കാർ ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങിയെന്നും അതുമായിട്ട് മുന്നോട്ട് പോകാൻ, ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു എന്നൊക്കെയാണല്ലോ അന്ന് നമ്മൾ ഇലക്ഷന് മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത്. അത് വലിയൊരു തന്ത്രമായിരുന്നു അല്ലേ? അത് നമുക്കിപ്പോഴല്ലേ സാറ് പറയുമ്പോഴല്ലേ അറിയുന്നത്. എന്നിട്ട് എന്താണ് ഉണ്ടായത് സാറേ? ഞങ്ങൾ അതിന്റെ അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ വീണ്ടും ചോദിക്കല്ലേ അങ്ങ്? ഞാൻ മറുപടി പറയട്ടെ. നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? അല്ല, നിങ്ങൾ അത് തന്നെയല്ലേ ചോദിച്ചത്, അതിനല്ലേ ഞാൻ മറുപടി പറയണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുന്നത്? ഇടയ്ക്കിടയ്ക്ക് കയറരുത്. ഓ, ഈ മാധ്യമപ്രവർത്തകരെ കൊണ്ട് തോറ്റു. അവർ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിച്ച് നമ്മുടെ സാറിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. ആകെ അസ്വസ്ഥനാകുന്ന പോലെയുണ്ട് നമ്മുടെ സാറ്. അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ, നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കാതെ അദ്ദേഹത്തിന് ഒരു മറുപടി പറയാനുള്ള സമയം കൊടുത്തൂടെ? അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുണ്ടാവും. കാരണം PM ശ്രീ പോലെ ഒരു പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ പറ്റില്ല എന്ന് ആഞ്ഞടിച്ച് പറഞ്ഞതാണ് ജനങ്ങളോട്. ആ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന്. അതിനെപ്പറ്റി നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവർ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഇതിനെ എതിർത്തിരുന്ന മറ്റൊരാളുണ്ട്. അതും കൂടെ കേട്ട് കഴിഞ്ഞാലാണ് എന്തുമാത്രം ശക്തിയായിട്ടാണ് UDF അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എതിർത്തിരുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. വേണമെങ്കിൽ അതൊന്ന് കേട്ടിട്ട് നമുക്ക് ഈ സതീശൻ സാറിൻ്റെ വാക്കുകൾ തുടർന്ന് കേൾക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. PM ശ്രീ പദ്ധതിയെ ചവറ്റുകൊട്ടയിലേക്ക് എറിയെന്ന് പറഞ്ഞ ഈ നേതാവിനെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏത് ഇലക്ഷൻ കാലത്തെ, പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ BJPയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് CPM-ഉം ഇടതുപക്ഷവും ശ്രമിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ജയിക്കാനുള്ള എല്ലാ കളവും ഒരുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചൊരു നേതാവിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ വഞ്ചിച്ചു കേരള ജനതയെ എന്ന് ഇടതുപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ PM ശ്രീ ഒന്നും ഇവിടെ നടപ്പാക്കില്ല, അത് ആ പണി ഇവിടെ നടക്കില്ല, അത് ചവിറ്റുകൊട്ടയിൽ എറിയും എന്നാണ് ഈ നേതാവ് പ്രസംഗിച്ചത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതാവ് PD സതീശൻ്റെ വാക്കുകളല്ല, ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ വാക്കുകളാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് സംശയമൊക്കെ തീർന്നല്ലോ. UDF അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ നടപ്പാക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇനി നമുക്ക് സതീശൻ സാറിൻ്റെ വാക്കുകളിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകാം. നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ ഇവിടെ ഇരിക്കുമല്ലേ? ഇതെല്ലാം തീർത്ത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് എന്തിനാ? അങ്ങ് ചോദിച്ചത് ഞാൻ കേട്ടല്ലോ, ഞാൻ പറയാനാ ചോദിക്കുന്നത്. അല്ല, നിങ്ങളെല്ലാം വീണ്ടും ചോദിക്കാൻ, ഞാൻ പറയട്ടെ മറുപടി. ഓ, ഈ മാധ്യമപ്രവർത്തകരെ കൊണ്ട് ശരിക്കും തോറ്റുപോയി. അവരിടയ്ക്കിടയ്ക്ക് ഈ പുട്ടിന് പേരിടുന്ന പോലെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു അസ്വസ്ഥത തോന്നില്ലേ? അദ്ദേഹത്തിന് പറയാൻ അനുവദിക്കൂ. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. എന്താ സതീശൻ സാറേ ഈ പറയണത്? നമ്മുടെ സർക്കാർ ഒപ്പിട്ടു എന്നുള്ളതൊക്കെ അന്ന് കേട്ടിരുന്നു, പക്ഷെ അതിന്ന് പിൻവാങ്ങിയെന്നാണല്ലോ കേട്ടത്. പണം വാങ്ങിച്ചു കളഞ്ഞു അവര്. അയ്യോ സാറ് സത്യം തന്നെയാണ് പറഞ്ഞത്. ഒന്നും കൂടെ കേട്ടാലോ? ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ അംഗമാണ്. ഈ കേരള എഗ്രിമെന്റ് ഒപ്പുവെച്ചു, അതിന്റെ ഭാഗമായി പണം വാങ്ങിച്ചു. ഓ, ഭയങ്കരം തന്നെ സാറേ ഈ LDFകാര്. അവർ ഈ ഒപ്പിട്ടിട്ട് അതിന് പിൻവാങ്ങിയെന്നും പറഞ്ഞിട്ട് പണം രഹസ്യമായി വാങ്ങിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ സാറ് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. സത്യം തന്നെയാണോ സാറേ ഈ പറയുന്നത്? നമുക്ക് ശിവൻകുട്ടി സാറിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? അല്ല ശിവൻകുട്ടി സാറേ, യഥാർത്ഥത്തിലും നിങ്ങൾക്ക് ഈ PM ശ്രീ പദ്ധതി പ്രകാരമുള്ള പണം നിങ്ങൾ വാങ്ങിയിട്ട് ഈ മലയാളികളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഞങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളത്? മുഖ്യമന്ത്രി PM ശ്രീക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പണം വാങ്ങിച്ചു കഴിഞ്ഞു, അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്.
മൊത്തത്തിലാകെ കൺഫ്യൂഷനായല്ലോ സാറേ. സതീശൻ സാറ് പറയുന്നു പണം വാങ്ങിയെന്ന്, ശിവൻകുട്ടി സാറ് പറയുന്നു അങ്ങനെ ഒരു പണവും വാങ്ങിയിട്ടില്ല, ഈ മുഖ്യമന്ത്രി പറയുന്നത് കളവാണ്, ശുദ്ധ നുണയാണെന്ന് പറയുന്നു. ഈ നുണ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് പലതും ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അതെന്തെങ്കിലും ആവട്ടെ, ഇതിന് ആരാ ശരിയായ ഒരു ഉത്തരം തരാമെന്ന് അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, യഥാർത്ഥത്തിൽ ഈ PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശമുണ്ടോ എന്നുള്ളത് നമുക്ക് ആ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വിളിച്ചിട്ട് ചോദിച്ചു നോക്കാം. അല്ല സാറേ, യഥാർത്ഥത്തിലും UDF ഇവിടെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. അതിലെന്താ ചെയ്യാൻ കഴിയാന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1000 കോടിയിൽ പരം രൂപയുടെ ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. പലതിനും നമുക്ക് ഫണ്ടില്ലാത്ത വിഷയമുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് പിന്നെ UDF ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിന്റെ ഒരു തീരുമാനം പറയും. അപ്പൊ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാർ എന്താ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് സതീശൻ സാറിനോട് തന്നെ ചോദിക്കാം. നമ്മൾ ഇതിനെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ നമുക്കുള്ള ആ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ, സർക്കാരിനുള്ള അവകാശങ്ങൾ ബലി കഴിക്കാതെ എന്തു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നതിന്. അതല്ലേ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെ ബാധിക്കാതെ, ഇപ്പം NEP കുറിച്ച് പറഞ്ഞു. NEP നേരത്തെ നടപ്പാക്കി കേരളത്തിൽ. അപ്പൊ മൊത്തത്തിൽ നമ്മുടെ സതീശൻ സാറും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഈ PM ശ്രീ പദ്ധതിയായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മൊത്തത്തിൽ ഇവർ പറഞ്ഞതിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയിപ്പോൾ ഈ ശിവൻകുട്ടി സാർ എന്ത് പറഞ്ഞാലും ശരി, ഈ സതീശ് സാറ് ഇങ്ങനെയൊക്കെ വളച്ചൊടിച്ച് പറഞ്ഞാലും മൊത്തത്തിൽ മലയാളികൾ മനസ്സിലാക്കേണ്ടത് ഈ PM ശ്രീ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. നമുക്ക് അവകാശപ്പെട്ട പണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടണം. അതൊക്കെ ശരിയാണ്. അത് തന്നെയാണ് അന്ന് ഇടതുപക്ഷവും പറഞ്ഞത്. അപ്പം നിങ്ങൾ അവരെ മുഴുവൻ തെറി വിളിച്ചു. BJPക്ക് അടിയറവ് പറയുകയാണെന്ന് പറഞ്ഞു. മുണ്ടുടുത്ത മോദിയാണ് പിണറായി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലൊക്കെ ഒരു വലിയ ഭീതി സൃഷ്ടിച്ചു. BJP അതിൻ്റെ അജണ്ടയുമായി കേരളത്തിലേക്ക് പല വഴിക്കും വരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ അവരും പറഞ്ഞതാണ്. ഈ പണം കിട്ടാനുള്ളത് കേരളത്തിന് അർഹതപ്പെട്ടതാണ്, അത് വാങ്ങിച്ചെടുക്കണം. ആ പദ്ധതിയൊന്നുമല്ല ഞങ്ങളിവിടെ നടപ്പിലാക്കുക, ആ വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ശിവൻകുട്ടി സാറ് പറഞ്ഞു. മലയാളിക്കും കേരളത്തിനും കിട്ടേണ്ട പണം കിട്ടണം എന്ന അവകാശം അവരുന്നയിച്ചപ്പോൾ എന്തുകൊണ്ടോ LDFിലെ ഒരു കക്ഷി തന്നെ അതിനെ എതിർത്തു. അവരുടെ ആശയപരമായ എതിർപ്പായിരുന്നു. അതുകൊണ്ട് അവർ പിന്നാക്കം വെച്ചു. അവരത് ക്യാപ്റ്റൻ അബയൻസ് വെച്ചു. പക്ഷെ നിങ്ങളത് ആ പൊടി തട്ടിയെടുത്ത് ആ പണം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് തുറന്നു പറഞ്ഞ് ഞങ്ങളിത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറുപടി പറയേണ്ടത് ആ മുസ്ലിം ലീഗിൻ്റെ നേതാവുണ്ടല്ലോ, കുപ്പത്തൊട്ടിയിലേക്ക് ഞങ്ങൾ വലിച്ചെറിയുമെന്ന് പറഞ്ഞ ആ നേതാവില്ലേ, അദ്ദേഹത്തിനോട് പറയുക. പിന്നെ പറയേണ്ടത് നിങ്ങൾ ഈ മലയാളികളോടും നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനസമൂഹത്തിനോടും. ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നത്. താങ്ക് യു.